കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹിറ്റ്ലറെ നിക്ക്. ഇത് എവിടെ പോവാന്നൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ തിരിച്ചെത്തുമ്പോ ലേറ്റ് ആവും. കാര്യം എന്താന്നൊന്ന് പറ. ഇപ്പൊ ആരാ വിളിച്ചത്? എന്താ ഉണ്ടായത്? എന്താണ് പ്രശ്നം? അമ്മ, ഏട്ടനൊരു ഫോൺ വന്നു. വെപ്രാളപ്പെട്ടത് എങ്ങോട്ട് ഇറങ്ങി പോവാൻ പോവാ. എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. നീ എങ്ങോട്ടാ രാത്രി പോകുന്നത്? അമ്മ, അത് ഒക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. എത്രയും വേഗം എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റൂ. ഹോസ്പിറ്റലിലോ? ആരാ ഹോസ്പിറ്റല്? അമ്മേ, ആശുപത്രിയിൽ എത്ര പേരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. 100-100ഓളം പേരുണ്ടെന്നാ പറഞ്ഞത്. ആരുടെയൊക്കെയോ നില ഗുരുതരമാണെന്നും പറഞ്ഞു. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? കണ്ണ, നീ ഈ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ആരാ 100 പേര്? അമ്മേ, ഇന്നൊരു ഫംഗ്ഷൻ 1000 പേർക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് സപ്ലൈ ചെയ്തു. എല്ലാ ക്വാളിറ്റി ചെക്കും കഴിഞ്ഞിട്ടാ ഫുഡ് കയറ്റി വിട്ടത്. പാർട്ടി സ്ഥലത്ത് നമ്മുടെ ആളുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഫുഡിൽ എന്തോ അപകടം സംഭവിച്ചു. വിശിഷ്ട അതിഥികളടക്കം ഒരുപാട് പേര് പങ്കെടുത്ത പാർട്ടിയാ. അതിന് ഡെലിവറി ചെയ്ത ഫുഡിൽ നിന്ന് ആളുകൾക്ക് വിഷബാധ ഏറ്റത്. ഇതെങ്ങനെയാണ് മോനെ സംഭവിച്ചത്? ഇതുവരെ ഇങ്ങനൊരു കുഴപ്പം നമുക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല, എല്ലാ ഫുഡും ഞാൻ തന്നെയാ ടെസ്റ്റ് ചെയ്തത്. ബാക്കി ലൈവ് ചെയ്യാനുള്ളത് നമ്മുടെ ആളുകൾ തന്നെയാ അവിടെയും തയ്യാറാക്കിയിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു പിഴവും സംഭവിക്കില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത്? ഇനിയും ആരെങ്കിലും നമ്മളെ ചതിച്ചതാണോ? അതൊക്കെ ആശുപത്രി ചെന്നാലേ അറിയൂ. മാനേജരും മറ്റുള്ളവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മ വിഷമിക്കണ്ട, ഞാൻ ചെന്നിട്ട് വിളിക്കാം. എടാ മോനെ, കാത്തോളണേ, രക്ഷിക്കണേ എന്റെ കണ്ണ. എന്താടോ, എന്താ സംഭവിച്ചത്? സാർ, എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. പാർട്ടി തുടങ്ങി 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടായത്. ഭക്ഷണം കഴിച്ചവരും കഴിച്ചുകൊണ്ടിരുന്നവരും ഛർദിക്കുകയും മയങ്ങി വീഴുകയും ചെയ്തു. ആകപ്പാടെ നിലവിളിയും തിക്കും തിരക്കും ബഹളമായി. എനിക്കുറപ്പാ, ഇവിടുന്ന് ഞാൻ നേരിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാ ഫുഡ് കയറ്റിവിടാൻ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? എനിക്കതാ അറിയേണ്ടത്. കൂടെ നിന്ന് ചതിച്ചതാരാ? എനിക്കറിയില്ല സാർ. ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണോ ഇത് സംഭവിച്ചത്? ചതി പറ്റിയത് ഫുഡ് വിളമ്പുന്ന ഏരിയയില സാർ. അവിടെ CCTVയും ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്ന ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സാർ. എന്നാൽ അതിലെവിടെയെങ്കിലും കാണും ചതിച്ചവന്റെ മുഖം. അതെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സ്ഥലം പോലീസ് വലയത്തിലെ. ഹലോ, ആര് പറഞ്ഞു? ശരി, താൻ വെച്ചോ. എന്താടോ, എന്തു പറ്റി? സാർ, ഒരാൾ കൂടി മരിച്ചു. ഇനി മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താ? സാർ, 3 സ്ഥലങ്ങളിൽ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. മറ്റ് 2 സ്ഥലത്തും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ കുഴപ്പമുണ്ടായതല്ല, ഉണ്ടാക്കിയതാ. അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. സിറ്റി ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ പല ഹോസ്പിറ്റലുകളിലായി 100ഓളം പേരെയാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാം. ഷെഫുമാരുടെ അശ്രദ്ധയാണ് വിപത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. സംഭവ സ്ഥലത്ത് നിന്നും മറ്റൊരാളെ കൂടി കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി 100-ലധികം പേരെയാണ് പല പല ആശുപത്രികളിലായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. നഗരത്തിലെ പ്രമുഖ റെസ്റ്റോറന്റായ DK റെസ്റ്റോറന്റിന്റെ പിഴവ് കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധയിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 100 കണക്കിന് ആളുകളെ പല ഹോസ്പിറ്റലുകളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
പലരുടെയും നില ഗുരുതരമാണ്. 44 വയസ്സുള്ള സന്ദീപ് രാജ്, 29 വയസ്സുള്ള മുകേഷ് എന്നീ ചെറുപ്പക്കാരാണ് ഇപ്പോൾ മരണമടഞ്ഞത്. ഇതിലൊരാൾ താലൂക്ക് ഹോസ്പിറ്റലിലും ഒരാൾ സിറ്റി ജനറൽ ഹോസ്പിറ്റലുമാണ് മരണമടഞ്ഞത്. കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സംസ്കാരത്തിന്റെ രക്തസാക്ഷികളാണ് ഈ മരിച്ച ചെറുപ്പക്കാർ. പഴകിയ ഭക്ഷണം കൊണ്ടുവന്നത് DK റെസ്റ്റോറന്റിൽ നിന്നുമാണ്. ഇതിനെപ്പറ്റി എന്താണ് സാർ പറയാനുള്ളത്? ഇതിന്റെ പിന്നിൽ ഇടിയൊക്കെയാണ്. അവനെ ഞങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്യും. എന്റെ ഗുരുവായൂരപ്പ. എന്തായാലും ഹിറ്റ്ലർ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ബാക്കി ഹിറ്റ്ലർ നോക്കിക്കോളൂ അമ്മേ. സാധാരണഗതിയിൽ ഭക്ഷണത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ലാത്ത റെസ്റ്റോറന്റാണിത്. ഇനി ആരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആർക്കറിയാം? താരേച്ചൊന്ന് നിർത്ത്. അനവസരത്തിന് ആവശ്യമില്ലാതെ ചർച്ച ചെയ്യണ്ട. പക്ഷേ അവർ നൽകിയ ഫുഡിൽ ഈ പഴകിയ ഭക്ഷണം എങ്ങനെ വന്നു എന്നും അതിൽ വിഷം എങ്ങനെ കലർന്നു എന്നും ഇതുവരെ വ്യക്തമല്ല. DK റെസ്റ്റോറന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അവർ തറപ്പിച്ചു പറയുന്നു. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോളെ, നീ അവനെ വിളിച്ചു നോക്ക്. ഫോൺ റിംഗ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല അമ്മ. ഈ വെപ്രാളത്തിനിടയിൽ ഇപ്പൊ വിളിക്കണ്ട. നമ്മുടെ റെസ്റ്റോറന്റില് ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പുതിയതായിട്ട് ഓരോന്ന് സംഭവിക്കുന്നതിന്റെ ഫലം കിട്ടിത്തുടങ്ങി. വയറ്റി വന്ന് കുരുത്തതേ ഉള്ളൂ. ജീവൻ രണ്ടെണ്ണം പോയി കിട്ടി. താരേ, നീ പറഞ്ഞ ഞാൻ കേട്ടു. ഈ അവസരത്തിലായതുകൊണ്ട് ഞാൻ റിപ്ലൈ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഓടിച്ചത് കാരണം ഞാൻ പൊളിച്ചേനെ. പുര കത്തുമ്പം തന്നെ വാഴവട്ടോ നിൽക്കരുത്. കേറി പൊടിയാത്ത. അവള് വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ അമ്മേ. അമ്മ ക്ഷമിക്ക്. വിവരക്കേടാണെങ്കിലും സമയം നോക്കി നെഞ്ചുകുത്താൻ അറിയാം അവക്ക്. ഇഡിയറ്റ്, ഫൂൾ. സാർ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ? ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രി തന്നെ നമ്മുടെ കിച്ചൺ പരിശോധിക്കാനാണ് അവരുടെ പ്ലാൻ. പരിശോധിക്കട്ടെ. അതിനെന്താ? നിയമവിരുദ്ധമായി നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? നമുക്ക് പേടിക്കാനൊന്നുമില്ല സാർ. ആര് പരിശോധിക്കാൻ വന്നാലും നമ്മൾ സേഫാ. പക്ഷേ ഇതിപ്പോ രണ്ടുപേർക്കും മരണം സംഭവിച്ച സ്ഥിതിക്ക് അവര് വരുന്നത് പരിശോധനയ്ക്ക് മാത്രമായിരിക്കില്ല. അതെ, അതിനെന്താ സംശയം? താൻ ആലോചിച്ചത് ശരിയാ. നേരം പുലരും മുമ്പേ അവർ നമ്മുടെ റെസ്റ്റോറന്റ് അടച്ചു പൂട്ടും. വാർത്തകൾ ഇപ്പൊ തന്നെ പത്രങ്ങൾ അച്ചടിച്ചു തുടങ്ങി കാണും. ചാനലിലൊക്കെ വാർത്ത വന്നു തുടങ്ങി സാർ. ഇതൊന്നും തടഞ്ഞു വെക്കാൻ നമുക്കിനി പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇതിന്റെ കാരണം കണ്ടെത്തി നമ്മുടെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. സാർ, താനൊരു കാര്യം ചെയ്യും. നേരം വെളുക്കും മുമ്പേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഏർപ്പാടാക്കണം. എന്താ സാർ? താൻ പറഞ്ഞില്ലേ പോലീസും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് ഇങ്ങോട്ട് പുറപ്പെടണമെന്ന്? അതെ സാർ. അവർ നമ്മുടെ റെസ്റ്റോറന്റ് അടച്ചു പൂട്ടാൻ വേണ്ടി മാത്രമായിരിക്കില്ല വരുന്നത്. പിന്നെ ഹോട്ടലിന്റെ ലൈസൻസി അറസ്റ്റ് ചെയ്യാൻ കൂടിയാണ്. സാർ, അപ്പോ അമ്മ? അമ്മയാണ് DK റെസ്റ്റോറന്റ് ലൈസൻസി എന്ന് അധികാർക്കും അറിയില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തൽക്കാലം പോലീസിന്റെ കയ്യിൽ കിട്ടരുത്. അമ്മയെ പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും സാർ? എന്ത് ചെയ്തിട്ടായാലും അമ്മയെ രക്ഷിക്കണം. ഒരു നിമിഷം പോലും അമ്മയെ പോലീസിന്റെ മുന്നിൽ നിർത്താൻ പറ്റില്ല. താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യണം സാർ.
അവിടെ ജോലിക്കാരുണ്ടല്ലോ സാർ. ഞാനിപ്പോ തന്നെ വിളിച്ചു പറയട്ടെ? വേണ്ട, താൻ നേരിട്ട് തന്നെ പോണം. രാവിലെ അമ്മായിയെയും കൂട്ടി അമ്മയെ ഞാൻ അങ്ങോട്ട് അയക്കാം. താൻ അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടേ തിരിച്ചു വരാവൂ. ശരി സാർ. അവരവിടെയുള്ള കാര്യം ഇരു ചെവി അറിയാതെ നോക്കണം. അത് ഞാൻ ഏറ്റു സാർ. ഞാൻ പോയിക്കൊള്ളാം സാർ. സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഭക്ഷ്യവിഷബാധയിൽ 2 പേർ മരിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. DK റെസ്റ്റോറന്റിലെ 2 ഷെഫുമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫുഡ് സേഫ്റ്റി ഡയറക്ടറും സെൻട്രൽ സോൺ IG രാമചന്ദ്ര യാദവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഭക്ഷണം കഴിച്ച കൂടുതൽ പേർ ചികിത്സ തേടി വിവിധ ആശുപത്രികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയം കാരണമാണ് കൂടുതൽ പേർ ആശുപത്രികളിലേക്ക് എത്തുന്നത്. പാർട്ടിയിൽ ആദ്യത്തെ 1 മണിക്കൂറിനകം ഭക്ഷണം കഴിച്ചവരിൽ ആർക്കും തന്നെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതിനുശേഷമാകാം പഴകിയ ഭക്ഷണം വിളമ്പിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ സംഭവത്തിൽ ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, DK റെസ്റ്റോറന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് അടച്ചുപൂട്ടി. എന്തായി സ്ഥിതിഗതികൾ? സർ, അവസ്ഥ വളരെ ഗുരുതരമാണ്. മരിച്ച 2 പേരും സാധാരണക്കാരാണ്. പക്ഷേ ചില VIP-കളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. റെസ്റ്റോറന്റ് പൂട്ടി സീൽ ചെയ്തു. സർ, ഇനിയുള്ളൊരു പ്രോബ്ലം. എന്ത് പ്രോബ്ലം? സർ, ആ റെസ്റ്റോറൻറ്റിൽ ലൈസൻസിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് രാത്രി തന്നെ. ഈ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യണ്ട. നിങ്ങളുടെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. DK എന്റെ ഫ്രണ്ടാണെന്നല്ലേ? ശരിയാണ്, DK എന്റെ ഫ്രണ്ടാണ്. പക്ഷേ നിയമവിരുദ്ധമായ ഒരു കാര്യവും അയാൾ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഈ രാത്രി തന്നെ അറസ്റ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവരൊരു സ്ത്രീയാ, സീനിയർ സിറ്റിസണും. ആ പരിഗണന അവർക്ക് കൊടുത്തേ പറ്റൂ. അപ്പോ രാവിലെ അറസ്റ്റിലേക്ക് നീങ്ങാമല്ലോ അല്ലേ സർ? ഓഫ് കോഴ്സ്. ലൈസൻസി അറസ്റ്റ് ചെയ്യാൻ SP-യുടെ ഉത്തരവുണ്ടല്ലോ. ഈ രാത്രി വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. യെസ് സർ. ഓക്കെ സർ, ഞങ്ങൾ ഇറങ്ങുന്നു. ശരി. ഈശ്വര, പത്രം അമ്മ കാണാതെ മാറ്റണമല്ലോ. ആ ബേക്കറിക്കാർ കണ്ടാലും കുഴപ്പ. ഇതെന്താ പത്രം വെച്ചോണ്ട് ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? വിട്ടേ, വിടാൻ. എനിക്ക് ന്യൂസ് നോക്കാനുണ്ടെന്ന്. അതൊന്നും ഇപ്പൊ നോക്കണ്ട, പിന്നെ നോക്കിയാ മതി. എന്താ അങ്ങനെ പറഞ്ഞ പറ്റില്ല. എനിക്ക് ആദ്യം വായിക്കണം. ബേക്കറിക്കാരി ഇത് കീറും. എന്നാ പിന്നെ കുശിനക്കാരൻ ഇത് വിട്ടാ പോരെ? ഞാൻ തിന്നാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്കറിയാടി, ഞാൻ ചിലപ്പോ തിന്നു വരും. ഒന്ന് വീട്ടാൻ വീട്. അങ്ങനെ ആണുങ്ങൾക്ക് മാത്രമേ പത്രം വായിക്കാൻ പാടുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ടോ? ലേഡീസ് ഫസ്റ്റ് എന്നാ പറയാറ്. ഞാൻ വായിച്ചിട്ട് നിങ്ങൾ വായിച്ചാ മതി. നിന്റെ കൈ വിടാനാ പറഞ്ഞ. അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. വീട്ടാണല്ലേ പറഞ്ഞത്. കുശിനക്കാരൻ കൈ എടുക്ക്. എന്താ ഇത്? Tell me, what is this? അമ്മ പത്രം തരുന്നില്ല. എന്താണ് നീ അവൾക്ക് പത്രം കൊടുക്കാത്തത്? ഞാൻ വായിച്ചിട്ട് കൊടുക്കാം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു വാർത്ത നോക്കാനുണ്ട്. അത് വായിച്ചിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊടുക്കട്ടെ, അവള് വായിക്കട്ടെ. വേണ്ട, ഞാൻ വായിച്ചിട്ട് അവള് വായിച്ചാ മതി. എടാ പറയുന്ന കേക്കട്ടെ, അവള് വായിക്കട്ടെടാ.
ഭക്ഷ്യവിഷബാധയേറ്റ് 100 പേർ ആശുപത്രിയിൽ. DK റെസ്റ്റോറന്റ് പൂട്ടി ഉടമയെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. ഏട്ടാ, അത് റെസ്റ്റോറന്റിലെ പ്രശ്നങ്ങളൊക്കെ എന്തായി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ട് ഹരിപ്രിയ. 2 പേര് മരിച്ചുപോയി. 100ഓളം പേർ ആശുപത്രിയിലുണ്ട്. രാത്രി തന്നെ റെസ്റ്റോറന്റ് ഫുഡ് സേഫ്റ്റിക്കാർ പൂട്ടി സീൽ ചെയ്തു. കണ്ടില്ലേ, സകല പത്രങ്ങളിലും ടിവിയിലും വാർത്ത വന്നു. ആകെ നാണക്കേടായി. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും വരാൻ സാധ്യതയില്ല. ഞാൻ നേരിട്ട് ചെക്ക് ചെയ്തിട്ടാ ഫുഡ് വണ്ടി കയറ്റി വിട്ടത്. അവിടെ ചെന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും നമ്മളെ ചതിച്ചതാണോ? എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടൊന്നുമില്ല. എല്ലാവരും തമ്മിലിപ്പം നല്ല മത്സരമാണല്ലോ. ഒരു മര്യാദയില്ലാത്ത ഈ മത്സരക്കാലത്ത് ഇതും ഇതിലപ്പുറവും സംഭവിക്കാം. റെസ്റ്റോറന്റ് തുറക്കാൻ ഇനി എന്താ ചെയ്യാ? തൽക്കാലം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ റെസ്റ്റോറന്റ് തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഏയ്, അങ്ങനെയൊന്നും അവസാനിക്കില്ല ഹരിപ്രിയ. ഇതാരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തുണ്ടാക്കിയ കേസാണ്. നിസ്സാര കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. 2 ജീവനുകളാണ് ഇല്ലാതായി പോയത്. അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. എന്നുവെച്ചാ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെ ഹിറ്റ്ലർ, ഞാനും അമ്മയും കൂടി അമ്പലം വരെ പോവാം. ഇപ്പൊ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. അമ്പലത്തിലല്ലേ പോകുന്നേ, അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് പോകണ്ടെന്ന്. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം, അല്ലാതെ തന്നിഷ്ടം കാണിക്കല്ല വേണ്ടത്. ഞാൻ ഒരു തന്നിഷ്ടം കാണിച്ചില്ലല്ലോ. ഒന്ന് അമ്പലത്തിൽ കൂടെ ചെല്ലാമോന്ന് അമ്മ ചോദിച്ചു. ഞാൻ കൂടെ ചെല്ലാന്നും പറഞ്ഞു. അതുകൊണ്ടാ വന്ന് ചോദിച്ചേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് അമ്മ എങ്ങോട്ടും പോകുന്നില്ല. അമ്മ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലാന്നോ? അതെന്താ അങ്ങനെ? നിനക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുറത്ത് ആളുകൾ രോഷാകുലരായി നിൽക്കുക. ജ്യോതി, ഏട്ടൻ പറയുന്നത് ശരിയാ. ഇന്നിനി എങ്ങോട്ടും പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നമ്മള് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു പ്രശ്നം വന്നാ അതിനെ നേരിടുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കൊരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അമ്മയ്ക്കൊരു പ്രശ്നം വരാനോ? അതിന് അമ്മയ്ക്ക് ഇപ്പൊ എന്ത് പ്രശ്നം വരാനാ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഏത് നിമിഷവും പോലീസ് ഇങ്ങോട്ട് വരാം. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നെയല്ല, അമ്മയാ. അമ്മയോ? അതെ. അമ്മ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഹോട്ടലിന്റെ ലൈസൻസി ഇപ്പോഴും അമ്മയാ. നിയമപരമായ ഒരു പ്രശ്നം ഉണ്ടായാൽ അവരാദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അമ്മയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും ഏട്ടാ? ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാവും തന്നെയാ കമ്മീഷണർ പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. എങ്ങോട്ട് മാറ്റാൻ? നമുക്ക് അമ്മ സരോവരത്തേക്ക് മാറ്റിയാലോ? അതൊന്നും പറ്റില്ല. പോലീസ് അവിടെ അന്വേഷിച്ചു വരും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ അമ്മായിയെ വിളിച്ചിട്ടുണ്ട്. അമ്മായി വരും. അവരെ 2 പേരെയും കൂടി ഒരു സ്ഥലത്താക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അറസ്റ്റ് ചെയ്യുവാണ്, എന്നെ അറസ്റ്റ് ചെയ്തോണ്ടേ. അമ്മേ, അമ്മ അങ്ങനെ പറയല്ലേ.
തൽക്കാലം അമ്മയെ പോലീസിന് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അമ്മേ, രണ്ടുപേരും മരിച്ച കേസാ. പോലീസ് അമ്മയെ റിമാൻഡ് ചെയ്യും, ജയിലിലേക്ക് അയക്കും. അമ്മേ, തൽക്കാലം അമ്മ ഇവിടുന്ന് മാറി എന്നേ പറ്റൂ. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ലേ അമ്മേ? ദയവ് ഇത് അമ്മ ഇപ്പൊ ഇവിടുന്ന് മാറി നിൽക്കണം, പ്ലീസ്.